നമസ്കാരം, മനക്കോട്ടയിൽ നിന്ന് അർപ്പിതറിയുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കളർ ഗ്രേഡിങ്ങിൻ്റെ 5 കിടിലൻ സിമ്പിൾ ടിപ്പുകളും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ എങ്ങനെ എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്യണം അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങളും പിന്നെ വേറെ കുറച്ച് ടിപ്പുകളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. പിന്നെ ഞാൻ ഇന്ന് ഒരു ആപ്പ് നിങ്ങൾക്ക് ഫസ്റ്റ് പരിചയപ്പെടുത്തി തരാം. എല്ലാവരും ഇങ്ങനെ ആമസോൺ, മിന്ത്ര, അജിയോ പോലുള്ള ഓൺലൈൻ ഷോപ്പിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ ഇത്തരം ഓൺലൈൻ ഷോപ്പ് ചെയ്ത് നമുക്ക് ഓരോന്ന് വാങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും ക്യാഷ് ബാക്കുകളൊന്നും ലഭിക്കാറില്ല. അപ്പോൾ അത്തരത്തിൽ ക്യാഷ് ബാക്ക് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. രത്തൻ ടാറ്റ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാഷ് ബാക്ക് ആപ്ലിക്കേഷനാണ് ക്യാഷ് കരോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്പ് വഴി നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 40 സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ വീഡിയോന് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴിയാണ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സൈനപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 25 രൂപ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അത് മാത്രമല്ല, തിരഞ്ഞെടുക്കുന്ന 10 പേർക്ക് 200 രൂപ വെച്ചിട്ടും ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ഈ ക്യാഷ് ബാക്ക് എങ്ങനെ കിട്ടുക എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ആദ്യം നമ്മൾ ഈ ക്യാഷ് കരോ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ജസ്റ്റ് സൈനപ്പ് ചെയ്ത് കയറുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ ആമസോണായിട്ട് എടുക്കാം. ആമസോണിൽ കയറി കഴിഞ്ഞാൽ ഇതുവഴി ആമസോണിനകത്ത് കയറുക. ആമസോണിൽ നിന്നിട്ട് നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് പിന്നെ നോർമൽ നിങ്ങൾ ആമസോൺ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ എന്താ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനകത്ത് കയറിയിട്ട് ആ പ്രൊഡക്റ്റ് അവിടെ പർച്ചേസ് ചെയ്ത് നേരെ തിരിച്ച് നമ്മുടെ ക്യാഷ് കരോ ആപ്പിലേക്ക് തന്നെ വരിക. എന്നിട്ട് ആ മൈ ഏണിംഗ് സെക്ഷനിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ഒരു 40 സെക്കൻഡിനുള്ളിൽ തന്നെ ലഭിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറിയിലും കിട്ടും എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. ഈ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് പിന്നീട് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാനും പറ്റും. എന്തായാലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ലിങ്ക് ഉണ്ട്, ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കയറാം. അപ്പോൾ ടിപ്പ് നമ്പർ 1, ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ വീഡിയോസ് പെട്ടെന്ന് കളർഫുൾ ആക്കണം എന്ന് വിചാരിച്ചോ. അതിന് ഏറ്റവും സിമ്പിളായിട്ടൊരു മെത്തേഡ് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള വീഡിയോൻ്റെ മുകളിലേക്ക് 4 കളർ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഫക്റ്റ് എടുത്ത് വലിച്ചിടുന്നു. ഇത് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കപ്പോൾ കാണാം കുറേ കളേഴ്സ് കാണാം, 4 കളേഴ്സായിട്ട് കാണാം അല്ലേ. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കളർ അങ്ങനെ മാറ്റി മറിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. എന്നിട്ട് തൊട്ട് താഴെ ആ എഫക്റ്റിന് തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ ബ്ലെൻഡിങ് മോഡ് എന്നൊരു ഓപ്ഷൻ കണ്ടോ, അതിനകത്ത് ഞാൻ നോർമൽ മാറ്റിയിട്ട് ഓവർലേ ആക്കി ഇട്ട് കൊടുക്കണം. ഓവർലേ ഇടുമ്പോൾ തന്നെ കണ്ടില്ലേ നമ്മുടെ വീഡിയോയുടെ മുകളിൽ ആ ഒരു ബ്ലെൻഡിങ് മോഡ് കൂടെ വന്നു കഴിഞ്ഞപ്പോൾ കളർഫുൾ ആയിട്ടുണ്ട് അല്ലേ. ഇതിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ വേണമെങ്കിൽ ചെയ്യാം. ഇതിനകത്ത് 0.1, 0.2 എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ഓപ്ഷൻസ് കണ്ടില്ലേ. നമുക്ക് ഇതിന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കളേഴ്സ് ഇങ്ങനെ അങ്ങോട്ടും കൂടെ ഒക്കെ മൂവ് ആവും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊക്കെ ഓരോന്നിനായിട്ട് നമുക്ക് ജസ്റ്റ് കീ സെറ്റ് ചെയ്ത് കൊടുക്കാം. കീ സെറ്റ് ചെയ്ത് ഇങ്ങനെ ആനിമേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ കളർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്ന പോലെ കൂടെ തോന്നിക്കോളും. അത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ. ടിപ്പ് നമ്പർ 2, രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. എല്ലാ ലെയറും കൂടെ ഒറ്റ ടോണിലേക്ക് മാറ്റണം എന്ന് വിചാരിച്ചു. ഒരു കളർ ടോണിലേക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. ചെറിയൊരു ടിപ്പാണ്, ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ ഒരു ലെയർ കഴിഞ്ഞാൽ അടുത്ത ലെയർ, ആ ലെയറിന് മുകളിൽ വീണ്ടും വേറെ ലെയർ. ഇപ്പോൾ ഒരു ഷോട്ടിൽ തന്നെ 2 ലെയേഴ്സ് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിലെന്തായാലും ഓരോ വീഡിയോ നമുക്ക് ചെറിയ ചെറിയ ഗ്രേഡ് ചെയ്യുന്നതിന് പുറമെ എല്ലാത്തിനെയും കൂടെ നമ്മളൊരു ടോണിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ സൈഡിൽ വന്നിട്ട് ഇവിടെ ന്യൂ ഐറ്റമിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്ന് പറഞ്ഞ ലെയർ എടുക്കും. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മഞ്ഞപ്പിത്തം പിടിച്ചവന് കാണുന്ന ഒക്കെ മഞ്ഞയായിട്ട് തോന്നുള്ളൂ. അതേപോലെ തന്നെ ഇതൊരു ഗ്ലാസ് പോലെയാണ്. ഇപ്പോൾ ഒരു മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ട് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മഞ്ഞയായിട്ട് തോന്നുള്ളൂ അല്ലേ. അതേപോലെ ഈ ലെയർ എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇടുക, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എടുത്ത് ഏറ്റവും ടോപ്പിലിട്ട് അതിനെന്തെങ്കിലും കളർ ഗ്രേഡ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് താഴെ എന്തൊക്കെ ലെയർ ഉണ്ടോ അതിനൊക്കെ ഒരേപോലെ മാറ്റം വന്നിട്ടുണ്ടാവും. അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ ഉദ്ദേശം കേട്ടോ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് വെറുതെ കളർ അങ്ങോട്ട് കിടക്ക് മാറ്റി വെച്ചപ്പോൾ തന്നെ ടോട്ടലി കളർ ഒരേപോലെ തന്നെ ആയിട്ടുണ്ട്. അടുത്ത മൂന്നാമത്തെ ടിപ്പ് നമ്പർ 3. അയ്യോ, മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു ടിപ്പാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ടോണ് മാത്രം ഒന്ന് മാറ്റം വരുത്തണം. ബാക്കി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഒരു മാറ്റം വരാൻ പാടില്ല. ജസ്റ്റ് സ്കിന്ന് മാത്രം ഒന്ന് കറക്റ്റ് ആ ടോണിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ കുറച്ചൊന്ന് വെളിച്ചം കൂട്ടണം എന്നൊക്കെ വിചാരിച്ചു. അതിൻ്റെ ഉള്ളൊരു ടിപ്പാണ് കേട്ടോ. അതിൻ്റെ കൂടുതൽ കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. നമുക്ക് ഈ ലുമെട്രി കളർ ഓപ്ഷൻ വരുന്നത് വിൻഡോയിലാണ് കേട്ടോ. വിൻഡോയിൽ ലുമെട്രി കളർ ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സംഭവം വന്നിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഇതിൽ നമുക്ക് ജസ്റ്റ് ഈ സ്കിൻ ടോൺ മാത്രം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ HSL സെക്കൻഡറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കീ സെറ്റ് കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് കാണില്ലേ. ഇവിടെ ഈ ഐ ഡ്രോപ്പർ സെലക്ട് ചെയ്ത് ഞാൻ ആ സ്കിന്ന് മാത്രമായിട്ട് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ആ സ്കിന്നിൽ എന്താണോ കളർ ടോൺ വരുന്നത് അത് മാത്രമായിട്ട് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നേരെ ഈ കളർ ഗ്രേ എന്നുള്ള ഈ ടിക്ക് ഓൺ ആക്കിയിട്ട് അപ്പോൾ ആ സെലക്ട് ചെയ്തുള്ള സ്കിന്നിൻ്റെ പോർഷൻസ് കുറച്ച് സെലക്ട് ആയിട്ടുണ്ട് അല്ലേ. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്പ്രെഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കും. കുറച്ചും കൂടെ കൂടുതൽ ഏരിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കൊടുക്കരുത്. കണ്ടില്ലേ, കുറച്ച് ഏരിയയും കൂടെ അങ്ങനെ
കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എഡ്ജസ് ഇപ്പോൾ കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കത് കളർ ടോൺ വരുമ്പോൾ അവിടെ ചെറിയൊരു വര പോലെ തോന്നും. അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലർനെസ് ഇവിടെ കൂട്ടുന്നുണ്ട്. ഈ എഡ്ജസിൻ്റെ ഈ നോയ്സ് കളയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോയ്സ് കുറച്ച് കൂട്ടിയിട്ടു, ബ്ലറും കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഒരു ടിക്ക് ഓഫ് ആക്കിയിടാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇനി ഈ താഴെ വരുന്ന ഈ ഓപ്ഷൻസിൽ എന്ത് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാലും ഈ ഫേസിന് മാത്രമേ വ്യത്യാസം വരുള്ളൂ. കാരണം നമ്മൾ ഫേസ് അല്ല, നമ്മൾ സ്കിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ആ ഭാഗത്ത് മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ വേറെ കളർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇപ്പോൾ ആ ഒരു ടോണിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് സ്കിൻ ടോൺ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സ്കിന്നിൻ്റെ ടോണിലേക്ക് മാത്രം ഞാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു. അത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ബാർ പിടിച്ചൊന്ന് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ കാരണം അവിടെ മാത്രം കുറച്ച് ബ്രൈറ്റ് കയറിയ പോലെ തോന്നും. ഇപ്പോൾ ഇവിടെ താഴെ നമുക്ക് അതിൻ്റെ ടിൻ്റെ ടെമ്പറേച്ചർ, കോൺട്രാസ്റ്റ് കാര്യങ്ങളൊക്കെ, പിന്നെ നമ്മൾ എന്ത് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാലും ആ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള ഏരിയയിൽ മാത്രമേ വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നില്ല. കുറച്ച് ടോൺ ഇവിടെ മാറ്റി കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ജസ്റ്റ് ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസം മനസ്സിലാവും കേട്ടോ. അപ്പം കുറച്ച് ഡള്ളായി കിടന്നിട്ടുള്ള സ്കിന്ന് കുറച്ചും കൂടെ ബ്രൈറ്റും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ടോണും കൂടെ കൂടുതൽ വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. ടിപ്പ് നമ്പർ 4, 4ാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ള പോലെ തന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെ മാറ്റണു. അതായത് നമുക്ക് ഏതെങ്കിലും ഏരിയത്ത് ഒരു കളർ മാത്രമായിട്ട് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിന് മാത്രം ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം അല്ലേ? അപ്പോൾ ഈ ഒരു ഷോട്ടിൽ ബാക്ക്ഗ്രൗണ്ട് കളർ മാത്രമായിട്ട് നമുക്ക് മാറ്റണം എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സൈഡിൽ കർവ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് വരിക. അതായത് ലൂമിട്രി കളറിലെ കർവിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹ്യൂ സാച്ചുറേഷൻ കർവ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ. അതിനകത്ത് നേരെ കാണുന്ന ഇവിടെ നമുക്ക് കളർ ടോട്ടലി ചേഞ്ച് ചെയ്യാം. പക്ഷേ അതിന് പകരം നമുക്ക് കറക്റ്റ് ഈ ബ്ലൂ മാത്രമായിട്ട് കിട്ടുന്നുണ്ടേ. അപ്പോൾ ഈ ഐ ഡ്രോപ്പർ സെലക്ട് ചെയ്തിട്ട് ഞാൻ ആ ബ്ലൂ കളർ മാത്രം സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കണ്ടില്ലേ ആ ഒരു ബ്ലൂ കളറിൻ്റെ ഏരിയ മൊത്തം ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നടുക്കുള്ള ഈ ഒരു പോയിന്റ് മാത്രം പിടിച്ച് ഞാൻ താഴേക്ക് വലിക്കുകയാണെങ്കിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവുക, കണ്ടില്ലേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മൊത്തം പോയി. അത് ജസ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ. പക്ഷേ വേറെ എവിടെയും മാറ്റം വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ബ്ലൂവിൻ്റെ ടോണ് വേറെ എവിടെയും അധികം വന്നിട്ടില്ല. അതുകൊണ്ടാണ്. അതേ സമയത്ത് ഈ ടോൺ ഞാൻ നേരെ മുകളിലേക്കാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലൂ കളർ കുറച്ചും കൂടെ എടുത്ത് കാണാൻ പറ്റിയില്ലേ. ആ രീതിയിൽ നമുക്ക് ജസ്റ്റ് കളർ ഒന്ന് കൂട്ടും കുറയ്ക്കും ചെയ്യാം. ഇതേ സമയത്ത് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊക്കോളൂ കേട്ടോ. ഇതേ സമയത്ത് ഞാൻ ഈ കളർ ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ തൊട്ട് താഴെ കണ്ടോ ഹ്യൂ വേഴ്സസ് ഹ്യൂ എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ ഞാൻ ഈ ഐ ഡ്രോപ്പർ സെലക്ട് ചെയ്തിട്ടാണ് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ അതേപോലെ തന്നെ ആ ഒരു ബ്ലൂ കളർ മാത്രം കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇത് ഞാൻ കുറച്ച് മുകളിലേക്കോ താഴേക്കൊക്കെ വലിക്കുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക, ബാക്ക്ഗ്രൗണ്ട് കളറ് അവിടെ മാറി മാറി വന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു സംഭവം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമല്ല, ഇപ്പോൾ ഈ ഷർട്ടിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സെലക്ട് ചെയ്തിട്ട് ഷർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പച്ച മാത്രമായിട്ട് സെലക്ട് ചെയ്ത് കിട്ടി കണ്ടേ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ആ ഷർട്ടിന് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇങ്ങനെയാണ് ഞാൻ എല്ലാ വീഡിയോസിലും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കാറ്. യെസ്. ടിപ്പ് നമ്പർ 5, 5ാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അവസാനത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏതെങ്കിലും സിനിമയത്തെ ഒരു ടോൺ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷ്വൽ ഒരു വീഡിയോയിൽ ഒരു ടോൺ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മുടെ ലെയറിലേക്ക് വലിച്ചിട്ട് അതേ ടോൺ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്കും പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ലെയറിൽ 2 വീഡിയോ കിടക്കുന്നുണ്ട്. ആദ്യത്തെ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെന്നാണോ റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത്, അതായത് ഏതിൻ്റെ കളർ ടോൺ ആണോ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സിനിമയുടെ പോർഷൻസൊക്കെ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ അങ്ങനത്തെ ഒരു വീഡിയോയും, രണ്ടാമത് നമുക്ക് എന്തിനാണോ കളർ ഗ്രേഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൂട്ടേജ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫാൾസ് ജസ്റ്റ് ഒരു ഫൂട്ടേജ് അവിടെ റോ ഫൂട്ടേജ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കളർ ടോൺ നിങ്ങൾക്ക് അറിയാം, അതിലൊന്നും ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് മറ്റേ വീഡിയോ രണ്ടാമത് ഈ വീഡിയോയും വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യണു, ഇവിടെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കണ്ടില്ലേ കളർ വീൽസ് ആൻഡ് മാച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് കമ്പാരിസൺ വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് രണ്ട് സ്പ്ലിറ്റ് സ്ക്രീനായിട്ട് കാണിക്കും. ആദ്യം നമുക്ക് റെഫറൻസ് ആയിട്ടുള്ളതും രണ്ടാമത് നമ്മുടെ വീഡിയോയും കാണിക്കും. അപ്പോൾ ഇതിൻ്റെ ടോണ് കണ്ടില്ലേ നിങ്ങൾ, ഈ ടോണ് അതേപടി ഇങ്ങോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് ഇതിനകത്ത് കമ്പാരിസൺ വ്യൂവിൽ താഴെ കാണിക്കുന്ന ഈ അപ്ലൈ മാച്ച് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ ആ കളർ അതേപടി, അതായത് അതിൻ്റെ ടോൺ അതേപടി നമ്മുടെ വീഡിയോയിലേക്ക് വന്നിട്ടുണ്ടാവും. എന്ത് എളുപ്പമല്ലേ എന്ന് ആലോചിക്കി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതിൽ നമുക്കിനി ഇപ്പോൾ എന്തായാലും നമ്മുടെ വേറൊരു വീഡിയോയാണ്. അപ്പോൾ ഏകദേശം ആ ടോണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഓക്കെ. ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഞാൻ ഈ അവസാനം പറയുന്ന ഡയലോഗൊക്കെ നിങ്ങളെല്ലാവരും കേൾക്കാറുണ്ടോ? അവസാനം പേരൊക്കെ നിങ്ങൾ വീഡിയോ കാണാറുണ്ടോ? എനിക്കറിയില്ല. എന്തായാലും എല്ലാ പ്രാവശ്യം പറയാറുള്ള പോലെ ഞാൻ എപ്പോഴും വീണ്ടും പറയുകയാണ്, കൂടെ തന്നെ നിന്നോളൂ. കൂടെ നിന്നാ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു മനക്കോട്ട ഇട്ടാം. ക്യാമറമാൻ നിഷാന്ത് മോഹൻ, ഞാൻ അർപ്പിത രവീന്ദ്. താങ്ക് യു.